എൻ്റെ കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ, പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുക. ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ്, പാപപരിഹാരകനാണ്. എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ്. അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും. മത്തായി 10:41 പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. നീതിമാന്റെ പ്രതിഫലം ഇത് തന്നെയാണ്. ക്രിസ്ത്യനെ വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം. ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത്. ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞു. സമ്പത്തിൻ്റെ പേരിലും ഉച്ചനീചത്വത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ. വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലുമൊക്കെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ എത്തി മനുഷ്യരാശി? ഓരോടത്തും എത്തിയില്ല. എവിടെ എത്തി? വാള എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ.
അല്ലേ? ഇപ്പോൾ ഒരു കാലത്ത് ലെബനോൻ പിടിച്ചെടുത്തു, പിന്നെ ഇപ്പം ലെബനോൻ കയ്യിൽ നിന്ന് പോയി, വീണ്ടും പഴയതുപോലെയുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ അപ്പോൾ എവിടെ എത്തി? അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത്. പാവത്തങ്ങളെപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി വന്നാലും, ഇഷ്ടങ്ങളൊക്കെ മാറുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പം തന്നെ എല്ലാം പിടിച്ചു കിടക്കി എല്ലാം ഈക്വലായി പോകുന്നത് ഒരു ഈക്വലും ഉണ്ടാകത്തില്ല. പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടേണ്ടത്. മുതലാളിത്തത്തിന് ഇപ്പം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും മാളൂര് എന്നൊക്കെ പറയുമ്പോൾ വയലുകൾ, അപ്പം അത് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വയലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? വയൽ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു. പക്ഷെ വയലിപ്പോൾ ആർക്കും വേണ്ട. വയൽ കയ്യിലുള്ളവർ പോലും പാവപ്പെട്ടവർ പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം? അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം എന്താണ്? പാവത്തങ്ങളെപ്പോഴും, എന്ത് വിപ്ലവം വന്നാലും പാവത്തങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത്. കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട് പോകാമെന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അമാന്തം കാണിക്കുന്നവർ, ഇച്ഛാശക്തി ഇല്ലാത്തവർ, അവർ പിന്നിലായി പോകും. മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത്. ബുദ്ധിയും പലതരത്തിലാണുള്ളത്. ഇച്ഛാശക്തി, ബുദ്ധി മാത്രമല്ല ഇച്ഛാശക്തിയും പലതരത്തിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവുന്ന നമുക്ക് ഇങ്ങനെ മോഹനമായ സ്വപ്നമുണ്ടാക്കി ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടുനടക്കാവുന്നതല്ലാതെ ഇത് നടക്കത്തില്ല. അതാണ് ഉട്ടോപ്യനാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ഇച്ഛാശക്തി വ്യത്യാസമാണ്. ഇപ്പം കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവകയിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം ചില വള്ളം താമസിച്ച് ഇറക്കത്തുള്ളൂ. എന്താ കാര്യം? അതിനകത്തുള്ളവർ ചില ആൾക്കാരൊക്കെ 3 മണിക്ക് വെളുപ്പിനെ ഇറങ്ങിപ്പോവും. അവൻ ഒരു 6 മണിയാകുമ്പോൾ വത്തിയും അയിലയും കൊണ്ട് അടുക്കും. അപ്പോഴേക്കും ചില ആൾക്കാർ അറിഞ്ഞും കേട്ടും വന്നത് ഇച്ഛാശക്തിയില്ല. അപ്പം വെളുപ്പിനെ ഉണരുന്ന കിളിക്കല്ലേ ഇര കിട്ടത്തുള്ളൂ. അപ്പം ബുദ്ധിപരമായിട്ട് വ്യത്യാസം മാത്രമല്ല, ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ അസമത്വവും നിലനിൽക്കുന്നതും. ഈശോ പറഞ്ഞ് പാവത്തങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ കയ്യില് മുറുകെ പിടിക്കുവാൻ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കൃപകള്
എന്നിലേക്ക് ആവഹിക്കാൻ ആവശ്യമായ രീതിയിൽ ആത്മീയമായി നീ എന്റെ കുടുംബത്തെ ഒരുക്കണമേ. എന്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാം തികഞ്ഞ ആത്മചൈതന്യമേ, യേശുവിനെ അനുഗ്രഹിക്കാൻ, യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ, ആദ്യം യേശുവിനെ സ്വീകരിക്കുവാൻ, നീ കൈവരിച്ച ദൈവിക നിലപാടുകള്, സമീപനങ്ങള്, ആധ്യാത്മിക അനുചര്യ എന്റെ ജീവിതത്തിലെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പിടും ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടും ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടും ഞങ്ങളിതാ ദിവ്യനായക സവിധേ, കുമ്പിടും ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ ഉടമ്പടി ആരാധനയിലെ അത് ഏത് കാലത്തും ആര് ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് പുതിയ ആരാധന പോലെ ആൾക്കാർക്ക് രോഗസൗഖ്യവും ആത്മീയ അഭിഷേകവും നടക്കുന്നത് എപ്പോഴും ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ് കേൾക്കാം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോഗ്രാം അല്ലെന്നാണ് ഈശോ പറയണത്. ഇതൊരു പ്രോഗ്രാം ആണെങ്കിലേ ആ ഒരു ഓൺ ടൈമിന് മാത്രമേ അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു മിനിസ്ട്രിയാണ്, ഇതൊരു ശുശ്രൂഷയാണ്. കർത്താവ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ വചനം വിശ്ലേഷിച്ച് വിളമ്പിക്കൊടുക്കുന്ന ആ വേദിക്കും കർത്താവ് അതേ അഭിഷേകമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മദർ ബോർഡിൻ്റെ അതേ അഭിഷേകം നിങ്ങൾ ഹാൻഡ്സെറ്റിനും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഞ്ചിലെ കൈ പൊത്തിക്കൊണ്ട് ഹൃദയം ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എമ്മാവുസിലെ ശിഷ്യന്മാരെ പോലെ ഞങ്ങളെയും അങ്ങയുടെ വചനം കേൾക്കാനും കേട്ട് ജ്വലിക്കാനും തിരിച്ചു നടക്കാനും കൂട്ടായ്മയിൽ കൂടുവാനും സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. എന്റെ വിശ്വാസം ധാരയെങ്കിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ വിശ്വാസധാരയെങ്കിൽ ആ പ്രത്യാശ നീ മാത്രമേ. എന്റെ യേശുവേ വരികെന്റെ ചാരി എൻ ഹൃദയം വെണ്മയാക്കി
എൻ്റെ യേശുവേ വരികെൻ്റെ ചാരി നൃത്തണം വെണ്മയാ. ആ പ്രത്യാശധാരയെങ്കിൽ ഒരുമിച്ച് പാടുക. എൻ്റെ വിശ്വാസധാരയെങ്കിൽ ആ പ്രത്യാശ നീ മാത്രമേ. എൻ്റെ വിശ്വാസധാരയെങ്കിൽ ആ പ്രത്യാശ നീ മാത്രമേ. എൻ്റെ യേശുവേ വരികെൻ്റെ ചാരി നൃത്തണം വെണ്മയായിടം. എൻ്റെ യേശുവേ വരികെൻ്റെ ചാരി നൃത്തണം വെണ്മയായിടം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ശക്തി ഞങ്ങളുടെ സമൂഹത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൽ ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളെ, ഒരു നമ്മളോട് ചോദിക്കേണ്ട ഒരു 10,000 ചോദ്യങ്ങളുണ്ട് അല്ലേ? അതെല്ലാം കൂടി എടുത്ത് ഈശോ ഒറ്റ ചോദ്യമാക്കി ചോദിച്ചിട്ടുണ്ട് ബൈബിളിലെ. നമ്മളോട് ചോദിക്കേണ്ട ഒരു 10,000 ചോദ്യങ്ങൾ, അതെല്ലാം കൂടി എടുത്തിട്ട് ഈശോ ഒറ്റ ചോദ്യമാക്കിയിട്ടുണ്ട്. ആ ഒറ്റ ചോദ്യത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഇപ്പോൾ ഒരു 10, 20, 27 വയസ്സായ ആൾക്കാരോട് നമ്മൾ ചോദിക്കും, എന്താ മാരേജൊന്നും ആയില്ലേ എന്ന് ചോദിക്കും അല്ലേ? കല്യാണം ആയില്ലേ ചോദിക്കും. ആയെങ്കിൽ നമ്മൾ അറിയുമല്ലോ അല്ലേ? അടുപ്പമുള്ളവരാരെങ്കിലും വിളിക്കുമല്ലേ കല്യാണത്തിന്? ആയെങ്കിൽ അറിയുമല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുക, എന്താ കല്യാണമൊന്നും ആയില്ലെന്ന് ചോദിക്കും. ദാറ്റ്സ് ഓക്കെ, അതൊരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു ആധ്യാത്മിക ചോദ്യമൊന്നുമല്ല, വളരെ പക്കാ ഭൗതികമായ ഒരു ചോദ്യമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണത്. പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തവരോട് ചോദിക്കും, എന്താ കുട്ടികളൊന്നും ആയില്ലെന്ന് ചോദിക്കും ഇല്ലേ? അത് ഏറ്റവും അടുപ്പമുള്ളവരെ ചോദിക്കത്തുള്ളൂ, അല്ലാതെ വഴിയെ കൊണ്ടൊക്കെ ചോദിക്കുക, വഴിയെ കൊണ്ടൊരു ചോദിക്കുക ഇല്ല. ഏറ്റവും അടുപ്പമുള്ളവരാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആയില്ലെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും ജോലിയൊന്നും ആയില്ലേ, ചിലർ ചോദിക്കും വീട് വെച്ചില്ലേ എന്ന് ചോദിക്കും അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് പഠിക്കണത്? ഇങ്ങനെയെല്ലാം വളരെ ഇൻറ്റിമേറ്റുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തെ നിലനിർത്തുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? എൻ്റെ ക്ലിയറായ സംഭവം. ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. അതായത് അവർ രാത്രി മുഴുവനും പണിപ്പെട്ടിരിക്കുകയാണ് ഇല്ലേ? നമ്മുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ആ ചോദ്യമുള്ളത്. ഞാൻ ഓർത്തത് മീനിൻ്റെ കാര്യം മാത്രമാണ് ഇതെന്നും പറഞ്ഞാണ് ഞാൻ ഇത്രയും നാളൊക്കെ ജീവിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ജീസസ് ഈസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ബേസിക് നീഡ്സ് ഓഫ് ദി എൻറ്റയർ വേൾഡ്. ഈശോ അതിനുവേണ്ടി അയക്കപ്പെട്ടവനാണ്. എന്താണ്? എക്കാലങ്ങളിലുമുള്ള എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ജീസസ് മോർ കൺസേൺഡ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് നിൻ്റെ ക്ഷേമം,
നിന്നോടുള്ള കരുതലായി അവൻ്റെ ഹൃദയത്തിലുണ്ട്. കൈയിട്ടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് മോക്ക് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ലാസ്റ്റ് 1 വർഷം കഴിഞ്ഞ് അവൾ തിരിച്ചു പോരാൻ തുടങ്ങേണ്ട ടൈമായി. അത് ടൈമിൽ പോലും അവൾക്ക് അവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടുന്നില്ലായിരുന്നു. കാരണം അവൾ ആഗ്രഹിച്ച ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ കിട്ടുക എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ആ മകൾക്ക് അവിടെ കിട്ടിയില്ല. അതിൻ്റെ ഫലം അപ്പം ഞങ്ങൾ ഈ പ്രേക്ഷിത അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നല്ലപോലെ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷീകരണ പ്രവർത്തനം ചൊല്ലി ഞാനും മകളും അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പം നവംബർ മാസം അവളുടെ 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പിൻ്റെ പീരീഡ് തീരുമായിരുന്നു. അപ്പോൾ അവൾക്ക് സങ്കടമായി തുടങ്ങി, അവൾ കരയാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചോ, കൊന്ത കയ്യെ പിടിച്ച് നീ പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് ആകുന്നു, കൊന്തമാസമാണ്. അന്ന് ഞങ്ങൾ മുടങ്ങാതെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ലാസ്റ്റ് ടൈമിൽ പോലും പ്രത്യേകിച്ച് അവരൊന്നും പറയുന്നില്ല, ജോലി തരാമെന്നുമില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പോരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നവംബർ 1-ാം തീയതി അവൾ ജോലിക്ക് പോയില്ല. കാരണം അവൾക്ക് ടെൻഷനായി, ഇനി കിട്ടത്തില്ലയോ എന്നോർത്ത്. നവംബർ 2-ാം തീയതി അവൾ ജോലിക്ക് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് അവർ കയ്യിൽ കൊടുത്ത്. ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അവൾ ആഗ്രഹിച്ച സ്ഥലത്ത്, എന്നുവെച്ചാൽ ഇന്ത്യക്കാർക്ക് ആർക്കും അവരവിടെ ജോലി കൊടുക്കില്ലാത്ത ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മോക്ക് അവൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. ഇന്ന് 6 മാസമായി അവൾ സ്ഥിരമായിട്ട് ജോലി കിട്ടി ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ മോള് ആയുർവേദ മെഡിസിനാണ് പഠിക്കുന്നത്. അവളുടെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ ടൈമായി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എക്സാം സംസ്കൃതം ഉണ്ടെന്നറിയാമല്ലോ, അത് പഠിച്ചിട്ടില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പം അവൾക്ക് പഠിക്കുമ്പോൾ തന്നെ പേടിയാണ്, ഇത് കിട്ടുമോ കിട്ടുമല്ലോ എന്നുള്ള ദിവസം. കറക്റ്റായി എക്സാം ടൈം ആയപ്പോഴേക്കും ഹൈ ഫീവറും ഷിവറിങ്ങും എല്ലാം ആയി. അവൾക്ക് എക്സാം പോലും എഴുതാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നു. ആ സമയത്ത് ഈ ഉടമ്പടി തൈലം ഇതേപോലെ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നല്ലപോലെ പരീക്ഷ, എല്ലാ സബ്ജക്റ്റിനേക്കാളും കൂടുതൽ മാർക്കോട് കൂടി മകൾ ആ വർഷത്തെ എക്സാം പാസ്സാകുകയും ചെയ്തു. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോള്, അവൾ എൻ്റെ കൂടെ നിന്നാണ് പഠിക്കുന്നത്. അവൾക്ക് OET എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ OET എക്സാം എഴുതുന്നവർക്ക് എന്തുമാത്രം പാടുണ്ട്, എന്താ ഒരു പൈസ ചിലവുണ്ട് അത് പഠിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ. അതേമാതിരി അവളത് എഴുതി, റിസൾട്ട് വന്നപ്പോൾ റൈറ്റിങ്ങിന് അവൾക്ക് 290 മാർക്ക് കിട്ടിയുള്ളൂ. 10 മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് UK സ്കോർ കിട്ടുമായിരുന്നു, അവൾക്ക് പോകാൻ പറ്റുമായിരുന്നു. ആപ്പാടെ സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാറുള്ളൂ. അതേപോലെ തന്നെ ഇവളുടെ പ്രശ്നം വന്നപ്പോഴും ഞങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ വന്ന് ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്ന സമയത്തായിരുന്നു. അവൾ എൻ്റെ കൂടെ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുകയും എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവളും ഞാനും കൂടെ ഈ പത്രം എല്ലാമായിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുകയും വീടുകളിൽ പോകുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഈ മാർക്ക് കുറവായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് അന്ന് ലേറ്റായിട്ടാണ് വരുന്നത്. 1 മണിയോളമായി ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ കയറി കിടന്നു. ഒരു 3-3:30 ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് ഒരമ്മ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, മോക്ക് ആ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അവൾ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചാടി തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇതേ കണ്ടോ അമ്മ വന്നിരുന്നു പറഞ്ഞു, അവൾ പാസ്സായി എന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുന്നു, 9:30 ആയപ്പോൾ ഞാൻ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അമ്മ വന്ന് പറഞ്ഞു അവൾ പാസ്സായി, ഇനി ആരെയെങ്കിലും നോക്കണ്ട, അവൾ പാസ്സായി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 12 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് വന്നു. അവൾക്ക് 10 മാർക്കിന് വരെ 30 മാർക്ക് ഇറക്കി, 330 മാർക്ക് കിട്ടി, അവൾ പാസ്സായി. റീവാലുവേഷന് കൊടുത്ത സമയത്ത്
ആ കൂടെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കൊടുത്ത ആർക്കും ഇതുവരെയും അങ്ങനെ റൈറ്റിങ്ങിന് കിട്ടിയിട്ടില്ല. റൈറ്റിംഗ് ആയതുകൊണ്ട് റീവാല്യുവേഷന് മാർക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവൾക്ക് ആ 30 മാർക്കും കൊണ്ട് കൂടുതൽ കിട്ടി. അവളങ്ങനെ പോകാൻ റെഡിയായി. മാർച്ച് മാസത്തിലേക്ക് അവൾ ലണ്ടനിൽ ജോബിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ഹോം സ്റ്റേ ചെയ്തതിനായിട്ടുള്ള വീട് പണിയെല്ലാം കഴിഞ്ഞിട്ടേക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഡിസംബർ വരെ ഒരാൾ പോലും വരികയോ ഞങ്ങൾക്ക് അതിനു വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. നല്ലപോലെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3 വർഷത്തിൽ കൂടുതലായിരുന്നു. പിന്നെ ഇതേമാതിരി തന്നെ തിരിയും ഉടുമ്പടി തൈലും ഉപ്പും എല്ലാം അവിടെ കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായി ഡിസംബർ മാസം തുടങ്ങി നല്ലപോലെ ഞങ്ങൾക്ക് ആളുകളെ കിട്ടാനും അങ്ങനെ കുറേ കടങ്ങളൊക്കെ അതിൽ നിന്ന്. എങ്ങനെയാണ് അതിന് ലോൺ എടുത്തിരുന്നോ? ലോൺ എടുത്തിരുന്നു. ലോൺ നല്ല ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷമൊക്കെ അറിയാലോ, കുറച്ച് നാൾ ലോൺ അടയ്ക്കേണ്ടാത്ത കുറേ കാര്യങ്ങളായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നീടായപ്പോൾ ഞങ്ങൾക്കും മക്കൾ പഠിക്കുന്നു, അങ്ങനെയായപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഡിസംബർ മാസം മുതൽ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടാനും ബാക്കി കടബാധകളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.